നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. തുർക്കി എന്ന രാജ്യം അതൊരു ചെറിയ രാജ്യമാണെങ്കിലും അതിന്റെ തലവൻ ഇസ്രായേൽ പോലെയുള്ള വലിയ രാജ്യങ്ങളോട് മുന്നറിയിപ്പുകളും താക്കീതും നൽകാറുണ്ട് യഥേഷ്ടം. അതിനൊക്കെ തന്നെ കൃത്യമായുള്ള മറുപടികളും ഈ തുർക്കിക്ക് ലഭിക്കുവാനുമുണ്ട്. തുർക്കി തലവനായ എർദോഗാൻ ഒരു മാസം മുൻപാണ് ഇസ്രായേലിനെ വെല്ലുവിളിച്ചത്. വേണമെങ്കിൽ ഞങ്ങൾ ഇസ്രായേലിനെ ആക്രമിക്കാൻ ഞങ്ങൾക്ക് ശക്തിയുണ്ടെന്നും അത് ഇസ്രായേലിന് അറിയാമായിരുന്നു എന്നുമായിരുന്നു ആ മുന്നറിയിപ്പ്. എന്തായാലും ഇപ്പോഴിതാ ഏറ്റവും ഒടുവിൽ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം തുർക്കിയിൽ ഇസ്രായേൽ ചാരപ്പണിക്ക് സാമ്പത്തിക സഹായം നൽകി വന്ന വിദേശ പൗരൻ തുർക്കി സുരക്ഷാ സേനയുടെ പിടിയിലായി എന്നുള്ളതാണ്. അതായത് ഇസ്രായേലിന്റെ മൊസാദ് ഈ സാമ്പത്തിക വിദഗ്ധനെ തുർക്കി തൂക്കി എന്ന് വേണം മനസ്സിലാകുന്നത്. ഇതിനെതിരെ കൃത്യമായ നടപടി ഉടൻ തന്നെ ഉണ്ടാകുമെന്ന റിപ്പോർട്ടുകളും പുറത്തുവരികയാണ്. എന്തുകൊണ്ട് ഈ ഒരു ഘട്ടത്തിൽ മൊസാദിന്റെ സാമ്പത്തിക ഉപദേഷ്ടാവിനെ ഈ തുർക്കി തൂക്കി എന്ന ചോദ്യം വന്നു കഴിഞ്ഞാൽ തുർക്കി കൂടുതൽ ഈ സംഘർഷത്തിലേക്ക് അടുക്കുന്നുണ്ട് എന്നാണ് വ്യക്തമാകുന്നത്. പക്ഷേ ഇസ്രായേൽ ഒന്ന് അറിഞ്ഞിറങ്ങിയാൽ കൃത്യം 48 മണിക്കൂർ പോലും വേണ്ടിവരില്ല തുർക്കിയെ പൂർണ്ണമായും ഇല്ലാതെയാക്കാൻ. ഡ്രോണുകൾ വഴി കഴിഞ്ഞ ഒരു മാസമായി ഇവർ നിരീക്ഷിച്ചു വരികയായിരുന്നു ഇദ്ദേഹത്തെ. ഇസ്രായേലിനും മൊസാദിനും വ്യക്തമായി അറിയാം ഇത്തരം ഒരു പ്ലാൻ ഇസ്രായേലിനെതിരെ തുർക്കി നടത്തുന്നുണ്ട് എന്ന് നേരത്തെ തന്നെ അറിയാമായിരുന്നു. എന്തായാലും ഞങ്ങൾക്ക് അദ്ദേഹത്തെ കിട്ടണം എന്ന ഡിമാൻഡ് ഇപ്പോൾ പുറത്തേക്ക് വെച്ചിരിക്കുകയാണ് ഇസ്രായേൽ. തുർക്കി ആ ഡിമാൻഡ് അംഗീകരിക്കുമോ ഇല്ലയോ എന്ന് കണ്ടറിയേണ്ടതുണ്ട്. ചൈനയാണ് ഈ റിപ്പോർട്ട് ആദ്യം പുറത്തു വന്നത്. പിന്നാലെ തന്നെ പല തുർക്കി മാധ്യമങ്ങളും ഇത് റിപ്പോർട്ട് ചെയ്യുകയുണ്ടായി. സാധാരണഗതിയിൽ ഈ രഹസ്യ അന്വേഷണ ഏജൻസികളിലെ ഏജന്റുമാർ ആരെങ്കിലും പിടിക്കപ്പെട്ടാൽ ഇതൊരു സാധാരണ ഏജന്റ് അല്ല, സാമ്പത്തിക വിദഗ്ധനെയാണ് പിടിച്ചു വെച്ചിരിക്കുന്നത്. ഈ സാമ്പത്തിക വിദഗ്ധനെ പിടിച്ചു വെക്കുക അല്ലെങ്കിൽ ചാരസംഘടന ആരെങ്കിലും ഒരു ഉദ്യോഗസ്ഥനെ ആരെങ്കിലും പിടിച്ചു വെച്ചു കഴിഞ്ഞാൽ സാധാരണഗതിയിൽ ഒരു രാജ്യവും അത് അംഗീകരിക്കില്ല. അത് ഞങ്ങളുടെ ആരുമല്ല, ഈ രാജ്യത്തിന് ആ വ്യക്തിയുമായി യാതൊരുവിധ ബന്ധവുമില്ല എന്ന് പറഞ്ഞു തള്ളാറാണ് പതിവ്. പക്ഷെ ഇസ്രായേൽ അങ്ങനെയല്ല. ഞങ്ങളുടെ വ്യക്തിയാണ്, ഞങ്ങളുടെ മൊസാദിന്റെ ഏജന്റ് ആണ്, മൊസാദിന്റെ സാമ്പത്തിക കാര്യങ്ങളെല്ലാം നോക്കുന്ന സാമ്പത്തിക തലവനാണ് എന്ന് തന്നെ വ്യക്തമായി തന്നെ ഇസ്രായേൽ പറയുകയാണ്. ഞങ്ങൾക്ക് അദ്ദേഹത്തെ തിരിച്ചു കിട്ടണം, ഒരു പോറല് പോലും ഏൽക്കാതെ എന്ന ഡിമാൻഡ് ഇസ്രായേൽ ഇപ്പോൾ മുന്നോട്ട് വെച്ചിരിക്കുകയാണ്. തുർക്കി അത് കൈയോടെ സ്വീകരിച്ച് അദ്ദേഹത്തെ, അതായത് സാമ്പത്തിക വിദഗ്ധനെ വിട്ടയക്കുന്നതാണ് തുർക്കിക്ക് നല്ലത് എന്നാണ് പല വിദഗ്ധരും ഇതിനോടകം തന്നെ പറയുന്നത്. കൃത്യം ഒരു മാസം മുൻപ് തുർക്കി ഒരു മുന്നറിയിപ്പ് ഇസ്രായേലിന് നൽകിയിരുന്നു. ഹമാസിന് വേണ്ടി വന്നാൽ ഞങ്ങൾ നിങ്ങളെ പ്രതിരോധിക്കുമെന്നായിരുന്നു ആ മുന്നറിയിപ്പ്. ഇപ്പോഴിതാ മുന്നറിയിപ്പിന് പിന്നാലെ ഒരു മാസം വേണ്ടി വന്നു ഇത്തരമൊരു നീക്കത്തിലേക്ക് തുർക്കിക്ക് കടക്കാൻ. ഇസ്രായേൽ കൃത്യമായി നിരീക്ഷണം നടത്തി വരികയാണ്. മൊസാദിനെ പോലെയുള്ള ഈ രഹസ്യ സംഘടനയിൽ നിന്നും ഒരു ആളെ നഷ്ടമാവുക എന്ന് പറയുന്നത് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം വലിയ നഷ്ടം തന്നെയാണ്. അവർ അത് അത്ര പ്രാധാന്യത്തോടു കൂടി കാണുന്നുമുണ്ട്. അതുകൊണ്ട് തന്നെ നീക്കം ഇനി ഇസ്രായേൽ തുർക്കിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. തുർക്കിയിൽ നിന്നും എങ്ങനെയെങ്കിലും അദ്ദേഹത്തെ മോചിപ്പിക്കാതെ ഇനിയൊരു വിശ്രമമില്ല എന്ന് ഇസ്രായേലിന്റെ പ്രഖ്യാപനവും വന്നു കഴിഞ്ഞിരിക്കുകയാണ്. തുർക്കി സേനയാണ് കഴിഞ്ഞ ദിവസം ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഡ്രോണുകൾ വഴി ഈ റെക്കോർഡിംഗിലൂടെ ഉൾപ്പെടെ ഫലസ്തീൻ നേതാക്കളുടെ വിവരങ്ങൾ ചോർത്തിയിരുന്ന തുർക്കിയിലെ ഇസ്രായേലിന്റെ ഫീൽഡ് ഉദ്യോഗസ്ഥർക്ക് ഇയാൾ പണം കൈമാറിയതായാണ് ബന്ധപ്പെട്ട വൃത്തങ്ങൾ അറിയിച്ചിരിക്കുന്നത്. വെസ്റ്റേൺ യൂണിയൻ വഴി തുർക്കിയിലെ ഫീൽഡ് ഉദ്യോഗസ്ഥർക്ക് രക്ഷേപി നിരവധി തവണ പണം കൈമാറിയിട്ടുണ്ടെന്നും വൃത്തങ്ങൾ പറയുന്നുണ്ട്. ഓഗസ്റ്റ് 25-ന് തുർക്കിയിലേക്ക് കടക്കുന്നത് മുതൽ തന്നെ ഇയാളുടെ പ്രവർത്തനങ്ങൾ നിരീക്ഷിച്ചു വരികയായിരുന്നു തുർക്കി രഹസ്യാന്വേഷണ ഏജൻസി എന്നാണ് റിപ്പോർട്ട്. പക്ഷെ നേരത്തെ തന്നെ അതായത് ഇദ്ദേഹത്തെ പൂട്ടാനുള്ള സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കിയിരുന്നു മൊസാദ്. പക്ഷേ ഇതെല്ലാം ഇതിനപ്പുറവും വരാനുള്ള സാധ്യതയുണ്ടെന്ന് മനസ്സിലാക്കി തന്നെയാണ് ഈ പണിക്ക് ഇറങ്ങി തിരിച്ചത് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന് എന്ത് പ്രവൃത്തിയാണോ ഏൽപ്പിച്ചത് ആ പ്രവൃത്തിയുമായി മുന്നോട്ട് പോകുന്ന കാഴ്ചയാണ് പിന്നീട് കാണാൻ സാധിച്ചത്. എന്തായാലും തുർക്കി അദ്ദേഹത്തെ ഇപ്പോൾ പിടിച്ചു വെച്ചിരിക്കുകയാണ് എന്ന് വേണം മനസ്സിലാക്കുന്നത്. ഓഗസ്റ്റ് 30-ന് ഇസ്താംബുൾ പോലീസാണ് രക്ഷേപിയെ അറസ്റ്റ് ചെയ്തത്. ചാരപ്പണിക്കായി താൻ പണം കൈമാറിയിരുന്ന കാര്യം ചോദ്യം ചെയ്യലിൽ ഇയാൾ സമ്മതിച്ചിട്ടുമുണ്ട്. പ്രതിയെ ഇസ്താംബുൾ കോടതി ജയിലിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇസ്രായേൽ രഹസ്യാന്വേഷണ ഏജൻസിയായ മൊസാദ് കിഴക്കൻ യൂറോപ്യൻ രാജ്യങ്ങളെ പ്രത്യേകിച്ച് തുർക്കിയിലെ തങ്ങളുടെ വിവരദാതാക്കൾക്കും പ്രവർത്തകർക്കും ധനസഹായം നൽകാനായി ഉപയോഗിച്ചിരുന്നു എന്നാണ് തുർക്കി സുരക്ഷാ വൃത്തങ്ങൾ ചൂണ്ടിക്കാട്ടുന്നത്. അന്വേഷണത്തിൽ തുർക്കിയിലെ ചാരവൃത്തിക്കാർ ഈ കൊറോസോവയിൽ നിന്നെത്തുന്ന പണം വെസ്റ്റേൺ യൂണിയൻ വഴി സിറിയയിലെ അവരുടെ കീഴുദ്യോഗസ്ഥർക്ക് കൈമാറിയതായും കണ്ടെത്തിയിട്ടുണ്ട്. ക്രിപ്റ്റോ കറൻസി ഉപയോഗിച്ചാണ് തുർക്കിയിലെ ഇസ്രായേൽ ചാരപ്പണിക്കാർ സിറിയയിലെ തങ്ങളുടെ ആളുകൾക്ക് പണം നൽകുന്നത് എന്നും വ്യക്തമായിരിക്കുകയാണ്.